വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഒരു 2 വർഷം മുമ്പ് വരെ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇക്വിറ്റി ഫണ്ട്സിനെയാണ്. അന്ന് അവർ ഇക്വിറ്റി ഫണ്ട്സിനെ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ബാങ്ക് റിട്ടേൺസ് കാണിച്ചുകൊണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ ഇക്വിറ്റി ഫണ്ട്സ് ആവറേജ് ആയിട്ട് 15% തരുന്നുണ്ട്, പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 7% കിട്ടത്തുള്ളൂ എന്ന പോയിന്റ് ആയിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺസ് കുറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഡെറ്റ് ഫണ്ട്സിനെയാണ്. സോ നിങ്ങൾ TV ചാനൽസിലോ ന്യൂസ് പേപ്പറിലോ മാഗസിൻസിലോ ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചും ഒരു കമ്പാരിസൺ കാണുകയാണെങ്കിൽ അതിലെല്ലാം അവർ ഫേവർ ചെയ്തിരിക്കുന്നത് ഡെറ്റ് ഫണ്ട്സിനെയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഫണ്ട്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുപക്ഷെ നിങ്ങളോട് പറയത്തില്ലായിരിക്കും. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ഗവൺമെൻറ്റിനും കോർപ്പറേറ്റ്സിനും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കൊടുക്കുന്ന ലോണാണ്. പക്ഷേ ആ ലോൺ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും, നമുക്ക് ലോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഡെറ്റ് ഫണ്ട്സിൻ്റെ കേസിൽ ഈ കോർപ്പറേറ്റ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആരും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എടുത്തോട്ട് ചെല്ലത്തില്ല അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പകരം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യും, അത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. സോ ആ ബോണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ പോയി വാങ്ങിക്കുന്നത്. അതിനവർ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിനോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പൈസ ആവശ്യമുള്ളപ്പം അവർ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെ ലോങ് ടേം എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ബോണ്ട്സും അതുപോലെ ഷോർട്ട് ടേം എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ട്രഷറി ബിൽസോ അഥവാ T-ബിൽസോ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട്സിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമോ അതിന് മുകളിലോ ആയിരിക്കും. T-ബിൽസിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമോ അതിൽ താഴെയോ ആയിരിക്കും. ഗവൺമെൻറ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവരുടെ എക്സ്പെൻസിനേക്കാളും ഒത്തിരി കുറവായതുകൊണ്ടാണ്. കോർപ്പറേറ്റ്സ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ്. കമ്പനീസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ബോണ്ട്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്തിട്ടും അതുപോലെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടും പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഒക്കെ ഡിബഞ്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10% അറൗണ്ട് ഒക്കെ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരുന്ന ആ ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ NCD എന്നോ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് ഈ ഡെറ്റ് സെക്യൂരിറ്റീസിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആവാം. അതായത് ഒരു ഡെറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ബോണ്ട്സിലോ കോർപ്പറേറ്റ് ബോണ്ട്സിലോ ട്രഷറി ബിൽസിലോ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനിലോ ആയിരിക്കാം. ആ കോമ്പിനേഷൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്ങനെയാണെന്നുള്ളത് ഓരോ ഫണ്ടിൻ്റെയും കാറ്റഗറി അനുസരിച്ചിരിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് കാറ്റഗറൈസേഷൻ ആൻഡ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഡെറ്റ് ഫണ്ട്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതൊക്കെയാണ്. അതായത് ബാങ്ക് FDs ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് ഇതൊക്കെ. അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഫണ്ട്സിൻ്റെ പാസ്റ്റ് റിട്ടേൺസ് നോക്കുവാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതലാണ്. മാത്രമല്ല നമ്മൾ 3 വർഷത്തിൽ കൂടുതൽ ഒരു ഡെറ്റ് ഫണ്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിന് ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡെറ്റ് ഫണ്ടിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സർപ്ലസ് ക്യാഷ് ഉള്ളപ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചൈൽഡിൻ്റെ മാരേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ക്യാഷോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു FDയിലായിരിക്കും സൂക്ഷിക്കുക, അല്ലാതെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലായിരിക്കത്തില്ല. സോ അതുപോലുള്ള സർപ്ലസ് ക്യാഷോ അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നതും 100% റിസ്ക് ഫ്രീ അല്ല. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ 100% സേഫാണ്. അതുപോലെ കോർപ്പറേറ്റ് ബോണ്ട്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെറ്റ് ഫണ്ട്സും ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി പോലെ തന്നെ റിസ്കിയുമാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ അടുത്ത കാലത്തായിട്ട് കുറേ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ NAV എന്ന് പറയുന്നത് ഒരു ദിവസം 20 to 30% ആണ് താഴെ പോയത്. കാരണം ആ ഫണ്ടുകളൊക്കെ DHFLൻ്റെ ബോണ്ട്സ് ആണ് ഹോൾഡ് ചെയ്തിരുന്നത്. സോ DHFLൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഈ ഡെറ്റ് ഫണ്ട്സിനെ എഫക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ടിനെ പറ്റി പഠിച്ചിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിപ്പോൾ ഡെറ്റ് ഫണ്ട് ആയാലും ശരി ഇക്വിറ്റി ഫണ്ട് ആയാലും ശരി. ഫോർ എക്സാമ്പിൾ 25 വയസ്സുള്ള ആളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതിൽ 25% ഡെപ്റ്റിലും ബാക്കി 75% ഇക്വിറ്റിയിലായിരിക്കും ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ 60 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതൊരു 60 to 80% ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഫണ്ട് സെലക്ട് ചെയ്യുന്നത് അവരവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റഡി ഇൻകമാണ് ഡെറ്റ് ഫണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ഫണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ബോണ്ട്സിലാണെങ്കിൽ അതിൻ്റെ അകത്ത് റിസ്ക് കൂടുതലാണ്, പക്ഷേ ഗവൺമെൻറ് ബോണ്ട്സിലാണെങ്കിൽ അതിൻ്റെ അകത്ത് റിസ്ക് കുറവുമാണ്. ഡെറ്റ് ഫണ്ട്സിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ സ്കീംസും ഉണ്ട്, അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ സ്കീംസും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ
ഒരു ദിവസം കൊണ്ട് മെച്ചൂർ ആവുന്ന ഡെപ്റ്റ് സ്കീംസ് വരെ ഉണ്ട്. അതുപോലെ ഡെപ്റ്റ് ഫണ്ട്സിൻ്റെ ഒരു ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 8 to 9% ആണ്. ആ 8 to 9% റിട്ടേൺസ് എന്ന് പറയുന്നത് ടാക്സ് എഫിഷ്യൻറ്റ് റിട്ടേൺസ് ആണ്. ഈ എപ്പിസോഡിൻ്റെ ഇത്രയും വരെ കണ്ടപ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാനും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡെപ്റ്റ് ഫണ്ട്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ ആക്ച്വലി അല്ല. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ച തന്നെ ഞാൻ കുറേ ഡെപ്റ്റ് ഫണ്ട് വേഴ്സസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർട്ടിക്കിൾസ് കണ്ടിട്ടാണ്. കാരണം അതിലെല്ലാം അവർ ഡെപ്റ്റ് ഫണ്ട്സിനെയാണ് ഫേവർ ചെയ്തിരിക്കുന്നത്. അതിനവർ 2 റീസണാണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡെപ്റ്റ് ഫണ്ട്സിൻ്റെ ലിക്വിഡിറ്റിയും, രണ്ടെന്ന് പറയുന്നത് ഡെപ്റ്റ് ഫണ്ട്സിന് പ്രീമച്വർ പെനാൽറ്റി ഇല്ല എന്നുള്ളതുമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് കൂടുതൽ. മാത്രമല്ല നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾസിലൊക്കെ പറയുന്ന പോലെ ഒരു പെനാൽറ്റി നമുക്ക് വരുത്തുമില്ല. ശരിക്കും ആ ആർട്ടിക്കിൾസിലൊക്കെ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി പ്രോബ്ലം അതുപോലെ തന്നെ പ്രീമച്വർ ആയിട്ട് വിഡ്രോ ചെയ്താൽ വന്നേക്കാവുന്ന പെനാൽറ്റിയും ശരിക്കും ഡെപ്റ്റ് ഫണ്ട്സിനാണുള്ളത്, അല്ലാതെ ഫിക്സഡ് ഡെപ്പോസിറ്റിനല്ല. ഫോർ ഇൻസ്റ്റൻസ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഫണ്ട്സിനെ കുറിച്ചും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചും ഉള്ളതാണ്. സോ ഇതിലവർ ഡെപ്റ്റ് ഫണ്ട്സിൻ്റെ 7 അഡ്വാൻറ്റേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. അവർ പറയുന്ന 7 കാര്യവും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലിക്വിഡിറ്റി. അതായത് ഡെപ്റ്റ് ഫണ്ട്സ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ ലിക്വിഡ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ റീസണായിട്ട് അവർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പം അടുത്ത ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബാങ്കിലാണെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെതിരെ ലോൺ എടുക്കണമെന്നാണ് അവർ പറയുന്നത്. സോ അതൊരു ടൈം കൺസ്യൂമിങ് പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്ക ബാങ്കും നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. മാത്രമല്ല നമുക്കത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൺലൈനിൽ കൂടെ തന്നെ ചെയ്യാവുന്നതുമാണ്. ഈ ഫെസിലിറ്റി മിക്ക ബാങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഫിക്സഡ് ഡെപ്പോസിറ്റും ലിക്വിഡ് ആണെന്ന് തന്നെയാണ്. ഇൻഫാക്ട് അത് ഡെപ്റ്റ് ഫണ്ടിനേക്കാളും ലിക്വിഡാണ്. കാരണം ന്യൂ ജനറേഷൻ ബാങ്കിലൊക്കെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഓൺലൈനിൽ കൊടുക്കുകയാണെങ്കിൽ അന്നേരം തന്നെ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. പക്ഷേ ഇവർ പറയുന്നത് അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അതിനൊരു കോസ്റ്റ് ഉണ്ടെന്നാണ്. സോ ആ കോസ്റ്റ് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെയും ഡെപ്റ്റ് ഫണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ആർട്ടിക്കിളാണ്. ഇതിലും അവർ ഡെപ്റ്റ് ഫണ്ടിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് ഡെപ്റ്റ് ഫണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അത് അഗെയിൻ ലിക്വിഡിറ്റി ആണ്. സോ ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രീമച്വർ ആയിട്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ ആ ബാങ്ക് നമ്മളെ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്നതാണ്. മാത്രമല്ല ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് 5 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് പറഞ്ഞിട്ട് അവർ ഡെപ്റ്റ് ഫണ്ട്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ അവർ പറയുന്നത് നമ്മളിപ്പോൾ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടമുള്ള സമയത്ത് അത് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് ക്യാഷ് കിട്ടുമെന്നാണ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എക്സിറ്റ് ലോഡും വന്നേക്കാവുന്ന. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ICICI പ്രൊഡൻഷ്യൽ ബോണ്ട് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഡെപ്റ്റ് ഫണ്ടാണ്. അതിൻ്റെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ആണ് ഇത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സിറ്റോട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫണ്ട് 6 മാസത്തിന് മുമ്പ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് 1% എക്സിറ്റ് ലോഡുണ്ട്. അതായത് നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ്. ഇതിപ്പോൾ 6 മാസം കഴിഞ്ഞപ്പം അതിൻ്റെ വാല്യൂ ഇപ്പം 1 ലക്ഷം തന്നെയാണെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ 1% ഇവർ ചാർജ് ചെയ്യുന്നതാണ്. അതായത് 99,000 മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതേ പ്രശ്നമില്ലേ, അവരും നമ്മളൊരു 1% പെനാൽറ്റി ചാർജ് ചെയ്യത്തില്ലേ പ്രീമച്വറായിട്ട് വിഡ്രോ ചെയ്യുമ്പോഴെന്ന്. അത് ശരിയാണ്. പക്ഷേ ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന 1%ഉം ബാങ്കുകൾ പറയുന്ന ആ 1% പെനാൽറ്റിയും രണ്ടും രണ്ടാണ്. ഇനി സപ്പോസ് 1 ലക്ഷം രൂപ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് 1 വർഷത്തേക്ക്. അവർ ഓഫർ ചെയ്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം 6% ആണെന്ന് വെച്ചു. ഇനി നിങ്ങൾ 1 വർഷം മുമ്പ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അവിടെ ശരിക്കും പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനലി ഓഫർ ചെയ്തത് 6% റിട്ടേൺസ് ആണ്. അപ്പം 1% പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5% ആണ് റിട്ടേൺസ് കിട്ടുന്നത്. അതാണ് അവർ പെനാൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന 1%. അതായത് ബാങ്ക് നിങ്ങൾക്ക് ഒറിജിനലി ഓഫർ ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതേ -1% ആയിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പൈസ ഏർലി വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക്. ഇതാണ് SBIയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിൻ്റെ പ്രീമച്വർ പെനാൽറ്റി എന്ന് പറയുന്നത് 0.5%ഉം 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ഡെപ്പോസിറ്റ് ആണെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് 1% ആയിരിക്കുമെന്നും. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 7 ദിവസത്തിനുള്ളിൽ FD ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും ലഭിക്കത്തുമില്ല എന്ന്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് ഡെപ്റ്റ് ഫണ്ട്സിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.